വിജയേട്ടൻ പണം വാങ്ങി എന്ന് പറയുന്ന ആളുകൾ ആരും വിജയേട്ടൻ പണം വാങ്ങി എന്നും ആ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി കൊടുത്തിട്ടില്ല. രണ്ട് മൊഴികളുമില്ല. പക്ഷേ അവിടെ വന്നതിൽ അർബൻ ബാങ്കിൻ്റെ ചെയർമാൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ശ്രീ കെ ഗോപിനാഥനും ചില കാര്യങ്ങളിൽ വഴിവിട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. പാർട്ടി അത് പറ്റില്ല എന്ന് പറയുന്നു. പാർട്ടി അനുസരിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. പാർട്ടി അവരെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷനാണ് അവിടെ നടന്നത്. അതിലൊരിക്കൽ പോലും ഇനി ആ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ച് നടപടി എടുത്തിട്ട് പോലും വിജയേട്ടൻ ആ നടപടി എതിർത്തിട്ടില്ല. വിജയേട്ടൻ ഒരു യോഗത്തിൽ പോലും ആ നടപടി തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില പേരുകൾ വരുന്നുണ്ട്. വിജയേട്ടൻ്റെ പേരല്ല കേട്ടോ ഞാൻ പറയുന്നത്, അല്ലാത്ത ചില പേരുകളിൽ കേസെടുത്തിട്ടുണ്ട്. ആ ആളുകൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ എങ്ങനെയാണൊരു നിയമനം കൊടുക്കാൻ പോലും കഴിയാത്ത ആളുകളാണ്. അവരാരുടെയൊക്കെയോ പേരിൽ പണം വാങ്ങുന്നുണ്ട്. ആ പണം വാങ്ങുന്നതിന് എങ്ങനെയാണ് പാർട്ടി ബാധ്യസ്ഥരാവുക എന്നുള്ളതാണ്. പാർട്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പാർട്ടിയാണ് അതിൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ ഇതിൽ പാർട്ടി ഏൽപ്പിച്ചിട്ടില്ല എന്ന് പാർട്ടിയുടെ ലീഡർഷിപ്പ് പറയുന്നു. ഇനി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്നത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനാണ് അറിയുക. അതെങ്ങനെയാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഉണ്ടായത്, അവിടെ എന്തൊക്കെ രീതിയിലുള്ള ചെലവുകൾ ഉണ്ടായിട്ടുണ്ട്, ബാങ്ക് വിഭജനമടക്കം ഉണ്ടായിട്ടുണ്ട്, ഹൈക്കോടതിയിൽ കേസ് പോയിട്ടുണ്ട്, ഇതൊക്കെ സത്യമാണ്. പക്ഷേ അതിനകത്ത് വിജയേട്ടനാണോ പണം ചെലവഴിച്ചത്, അല്ലോ പാർട്ടിയാണോ, മറ്റുള്ളവരുണ്ടോ, ഇതൊരു വ്യക്തത വരുത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷേ മറ്റു പല കേസുകളിലും ചില ആളുകൾ ഈ കത്ത് കൃത്രിമമാണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? അല്ല, ഞാൻ കൃത്രിമമാണ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചില്ല. ഞാൻ അജിംസിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. അജിംസിൻ്റെ ബോധ്യത്തിൽ ഒരാൾ മകന് ജോലി കൊടുക്കണമെന്നൊരു കത്തിൽ എഴുതുകയും അടുത്ത കത്തിൽ മകനോടൊപ്പം മരിക്കുകയും ആണ് എന്ന് എഴുതുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു അവ്യക്തത അജിംസിന് ഫീൽ ചെയ്യുന്നുണ്ടോ? രണ്ട്, അതിനകത്ത് പണം കൊടുക്കാൻ ഒരാൾക്ക് 15 ലക്ഷം രൂപ ഉണ്ടെന്ന് പറയുന്നു, അയാൾക്കത് കൊടുത്ത് തീർത്തതാണ് എന്ന് അയാൾ പറയുന്നു, അതിനകത്തൊരു കുഴപ്പം കാണുന്നുണ്ടോ? അങ്ങനെയുള്ള ചില വ്യക്തത കുറവുകൾ ഉണ്ടാക്കത്തിന് അത് പോലീസ് ഫോറൻസിക് പരിശോധന നടത്തി അതിൻ്റെ കാലപ്പഴക്കമടക്കം എടുത്ത് ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞതാണ് പോലീസ്. പക്ഷെ അവരതിന് നിന്നില്ല. അവരതിൻ്റെ പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം രാഷ്ട്രീയപരമായി എഴുതി ചേർക്കുകയാണ് ചെയ്തത്.